അസ്സലാമലൈക്കും ഹായ് ഓൾ എന്തൊക്കെയുണ്ട് റംലാനെല്ലാം ആയിട്ട് നല്ല റാഹത്തായിട്ട് പോകുന്നില്ല എല്ലാവർക്കും അൽഹംദുലില്ലാ നമ്മളും അങ്ങനെ തന്നെ നല്ല റാഹത്തായിട്ട് ഓരോ നോമ്പും ഇതുവരെ കഴിഞ്ഞ് കൂടിയിട്ടുണ്ട് ഇന്ന് റമലാൻ 17 വിശേഷങ്ങളാണ് റമലാൻ 17 എന്ന് പറയുമ്പോൾ എനിക്ക് ഒന്നും കൂടി സ്പെഷ്യലാണ് കേട്ടോ എന്താ ചെയ്യില്ല ഞാൻ എൻ്റെ രണ്ടാമത്തെ മോളെ പ്രസവിച്ച ദിവസമാണ് ഡെലിവറി ടൈം എന്ന് പറയുന്നത് റമലാൻ 17 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു ഉച്ചക്ക് 2 മണിക്കായിരുന്നു ഡെലിവറി ടൈം അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമുക്ക് എപ്പോഴും ഓർക്കുമല്ലോ കാരണം അവൾക്ക് എപ്പോൾ വർഷത്തിൽ 2 പിറന്നാളാണ് കാരണം ഈ ഇംഗ്ലീഷ് മാസം ഓൾറെഡി എല്ലാവരും ഓർക്കും അതേപോലെ തന്നെ റമദാനിലായതുകൊണ്ട് റമദാനിൽ പ്രസവിച്ച കുട്ടികളുടെ ഒരു പ്രത്യേകത അത് ആണ് നമുക്കെപ്പോൾ ആ ഒരു ഡേറ്റ് കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് അതുകൊണ്ട് കുറച്ച് അധികം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എല്ലപ്പോൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ബട്ടറിലേക്ക് കാഷ്യൂസൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ പക്കാ ഫ്രൂട്ട് സലാഡെന്ന് ആ ഒരു ഇതൊന്നുമല്ല ഞാൻ എപ്പോഴും ഇപ്പം റംലാൻ ആയാലും അങ്ങനെ തന്നെയാണ് കസ്റ്റാർഡ് ഉണ്ടാക്കി അതിലേക്ക് ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കും പിന്നെ എന്താണ് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ അവർ കഴിക്കില്ല ജ്യൂസും കുടിച്ച് ഫ്രൂട്ട്സ് അവിടെ ബാക്കിയാവും അത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കസ്റ്റാർഡിൽ ഫ്രൂട്ട്സ് ആക്കി അങ്ങ് കൊടുത്താൽ ജ്യൂസ് പിന്നെ നാരങ്ങ വെള്ളം അങ്ങനെ എന്തെങ്കിലും എന്തായാലും പാല് നമ്മളൊരു ജ്യൂസ് അടിക്കാൻ വാങ്ങിക്കുമല്ലോ അത് വെച്ച് കസ്റ്റാർഡാക്കി അങ്ങനെ വല്ലപ്പോഴും എന്നല്ല ഒട്ടുമിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് ഈ ഫ്രൂട്ട്സ് ബാക്കി വരുന്ന കാരണം അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഞാൻ ഇന്ന് പക്ഷേ കുറച്ച് സേമിയ കൂടി ആഡ് ചെയ്തിന് എന്നിട്ട് കസ്റ്റാർഡും ഒക്കെ മിക്സ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാട്ടോ ഇത് സെറ്റാക്കി എടുക്കുന്നത് പിന്നെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ മുതലേ വയ്യായിക ഒരു സൈഡ് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണോ എന്തെങ്കിലും കൂടുതലായിട്ട് കിച്ചണിൽ നിന്ന് ഉണ്ടാക്കണോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് ഇറങ്ങുന്ന ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമേ അതേപോലെ ഇന്ന് എന്താ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വേദന എന്താണെന്നറിയില്ല അപ്പോൾ എന്താണ് എളുപ്പപ്പണിയാണ് എല്ലാം നോക്കിയത് അപ്പോൾ ഈസി വേ ആയിട്ടുള്ള ഒരു മക്രോണി പോളെ കൂടി ഇതിനോടൊപ്പം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആവും പിന്നെ 2 ഐറ്റംസ് അനിയത്തി ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന് എല്ലാവരും ഇവിടുന്ന് നോമ്പോർപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് ഞാൻ 2 ഐറ്റംസ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ 2 ഐറ്റംസ് ഓള് സ്നാക്സ് ഐറ്റംസ് എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അതവൾ ഉണ്ടാക്കുന്നുണ്ട് 2 എണ്ണം ഞാനൊന്ന് ചെമ്മീൻ വെച്ചിട്ട് കൽമാസ ഉണ്ടാക്കുന്ന പക്ഷേ കൽമാസ് ഫ്രൈ ആക്കുന്നില്ല വെറും വേവിച്ച് മാത്രം പിന്നെ അതോടൊപ്പം ഒരു മാക്രോണി പോള പിന്നെ കുറച്ച് ഇറച്ചിച്ചോറ് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് അൽഫാം വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കാരണം റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിൽ നിന്ന് വേദന നല്ല വേദന അതുകൊണ്ട് കുറേ സമയം കിച്ചണിൽ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അങ്ങനെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിനെ പിന്നെ കട്ടിങ് എല്ലാം മക്കൾ ചെയ്തു തന്നതിന് പിന്നെ പരത്തൽ പരിപാടി അല്ലെങ്കിൽ എന്താ പറയുക നാസ്ത ഐറ്റംസ് ഒന്നും ഇന്നത്തെ മെനുവിൽ ഉൾപ്പെടുത്താതിരുന്നത് അതുകൊണ്ടാണ് കാരണം നമുക്ക് എല്ലപ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഹെൽപ്പായി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നമുക്ക് അങ്ങനത്തെ ദിവസങ്ങളിലല്ലോ കുറേ സമയം നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള ക്ഷീണം തളർച്ച ഒക്കെ നോമ്പിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു സമയത്തല്ലോ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് ഉണ്ടാക്കാതിരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ ഈ ഒരു സൈഡിൽ ഇരുന്നിട്ട് നമുക്ക് ഉരുട്ടി എടുത്തിട്ട് വേവിച്ചാൽ മതി അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ സെലക്ട് ചെയ്തത് മക്രോണി പോള പിന്നെ നല്ല ടേസ്റ്റാണ് പക്ഷേ ചിക്കൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് പക്ഷേ ഞാൻ ഇന്ന് ബീഫിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഓൾറെഡി ഞാൻ ഇറച്ചിച്ചോറിന് ബീഫ് വേവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മക്രോണി പോള ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കാരണം ഉമ്മക്ക് പിന്നെ വീണ്ടും നമ്മൾ വേറെ എന്തെങ്കിലും നോക്കണം കാരണം ഉമ്മ ചിക്കൻ കഴിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ അധികം എൻ്റെ റെസിപ്പിയും ചെമ്മീനും ബീഫും ആ ഒരു കോംബോ തന്നെയാണ് പോകുന്നത് നോമ്പെന്ന് പറഞ്ഞാൽ ഉമ്മയും നോമ്പ് പിടിച്ചിരിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും തുറക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഉമ്മ കഴിക്കാതിരിക്കുമ്പോൾ ഭയങ്കര സങ്കടം എനിക്ക് അതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെയാട്ടോ എല്ലാം പോകുന്നത് അപ്പോൾ ഇതൊക്കെ കട്ടിങ്സ് അവർ കുട്ടികൾ ചെയ്യുന്നുണ്ട് ജ്യൂസ് ഐറ്റംസ് മോള് ചെയ്യുന്നുണ്ട് പിന്നെ കുറേയൊന്നും നമ്മൾ ഉള്ളിയൊന്നും വാറ്റി അങ്ങനത്തെ ചോറല്ല ഇറച്ചിച്ചോറ് വെക്കുന്നത് സിമ്പിൾ ഞാൻ അതിൻ്റെ പ്രത്യേക റെസിപ്പി ചെയ്തിട്ടുണ്ട് നെഞ്ചരിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചോറുണ്ട് അതേ ചോറ് തന്നെയാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ നോമ്പുറക്കം ഉണ്ടാക്കുന്നത് അപ്പോൾ മക്രോണി പോളിൻ്റെ ഫില്ലിങ്ങിൻ്റെ ഉള്ളി വാടാൻ വെച്ച് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഞാൻ 6 മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് അതും ഈ ഉള്ളിലേക്ക് ഇട്ടിട്ട് ബീഫ് കുറച്ച് ഞാൻ ഇറച്ചിച്ചോറ് വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്ത് ചിക്കി പിഞ്ഞ് ഇതിലിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് മല്ലിയില കറിവേപ്പിലൊക്കെ ഇടാം നമുക്ക് എന്നിട്ട് ഇതൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പ് മതിയേ എന്നിട്ട് മുട്ട ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഈസി എന്ന് പറഞ്ഞാൽ ഇതിലും ഈസി വേറെ ഇല്ല മക്രോണി ഒന്ന് വേവിക്കണം ഫില്ലിങ്സ് വളരെ കുറച്ചേ വേണ്ടൂ അതാണ് ഇതിൻ്റെ വലിയൊരു ഗുണം കുറേ ഉള്ളി മുറിച്ചിടാന്ന് പറഞ്ഞാൽ അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ടാസ്ക്കാണ് വയ്യായികയുള്ള സമയത്ത് ഓൾറെഡി ഉള്ളി മുറിച്ചിടാൻ എനിക്ക് ഭയങ്കര മടിയാണ് അതോടൊപ്പം തന്നെ തീരെ കഴിയാത്ത സമയം കൂടി ആകുമ്പോൾ മടിയാകും ഉള്ളി പിന്നെ ആരും കട്ട് ചെയ്ത് തരില്ല കുട്ടികളും കട്ട് ചെയ്യില്ല അപ്പം നമ്മൾ തന്നെ കട്ട് ചെയ്യണം അപ്പോൾ പിന്നെ കുറച്ച് മക്രോണി വേവിച്ചതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മക്രോണി കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് ഊറ്റിയതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ഫില്ലിങ്ങും മക്രോണിയും മുട്ടയും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ കായ്പോളെല്ലാം ഒഴിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഗീയൊക്കെ ഇട്ടിട്ട് പാത്രത്തിൽ കുറച്ച് ഗീയും പിന്നെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പാത്രത്തിലേക്ക് ഗീയും ഓയിലും മിക്സ് ചെയ്ത് തടവിയെടുത്തിട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുത്താൽ
ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ ഫില്ലിംഗ് ആവും. അപ്പോൾ നല്ലൊരു ഐറ്റം കേട്ടോ നമുക്ക് നോമ്പോറ സമയത്ത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, മസ്റ്റ് ട്രൈ ആണേ. പിന്നെ നമ്മുടെ കൽമാസ് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് അടിക്കുന്നത് കോക്ടെയിലാണ്, കണ്ണൂർ കോക്ടെയിൽ. ഇത് ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നല്ലപോലെ നമുക്ക് ഹെൽത്തിയാണ്, പിന്നെ ഹെവിയാണ്. കാരണം ഈ ഫുഡ് ജ്യൂസ് മാത്രം കുടിച്ച് പോകുന്ന കുട്ടികൾ മക്കളാണല്ലോ നമ്മളെപ്പോഴും മുൻഗണന കൊടുക്കുക. അങ്ങനെ അത് ഉണ്ടാക്കിയെടുത്ത്. പിന്നെ ഇന്ന് നമ്മൾ ഓപ്പൺ ടെറസിൽ നിന്നാണ് നോമ്പ് തുറക്കുന്നത്. ഇതൊക്കെ എൻ്റെ മക്കളുടെ പ്ലാനിങ്ങാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ഇന്ന് മേലത്തേക്കൊന്നും പോകണം, നമുക്ക് പിന്നെ ഒരു ദിവസം ഓപ്പൺ ടെറസിൽ നോമ്പ് തുറക്കാൻ നല്ല ഒരു വൈബാണ്. പക്ഷേങ്കിൽ അത് കൊണ്ടുപോയി വെക്കുക, എല്ലാ ഐറ്റംസും മേലെ എത്തിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് എനിക്കാണെങ്കിൽ കയ്യൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷേ ഇവർ നിർബന്ധിച്ച് ഓപ്പൺ ടെറസിൽ നിന്ന് നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ താഴത്തുനിന്ന് കിച്ചണ് ക്ലീൻ ചെയ്യുന്നതാണേ. അപ്പോൾ ആ ഒരു സമയത്ത് അവരെല്ലാം കുട്ടികളെല്ലാവരും ഓരോരോ ഐറ്റംസ് മേലെ കൊണ്ടുപോയി വെച്ച് അവർ സെറ്റ് ചെയ്ത് ഒക്കെ അവരാണ്, ഞാൻ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ താഴേന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളൊന്ന് മേല് കഴുകി മിക്സിയൊക്കെ മാറ്റി നമ്മൾ എന്നിട്ടാണല്ലോ നോമ്പ് തുറക്കാനിരിക്കുക. ഞാനാണെങ്കിൽ കിച്ചണിൽ ഇറങ്ങിയാൽ എന്താ പറയുക, എന്തായാലും എനിക്ക് ഭയങ്കര ചൂടുമാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഉള്ളിയൊക്കെ മുറിച്ചിട്ട് സ്മെല്ലും ഉണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കുളിക്കുകയോ ഒന്ന് ഡ്രസ്സൊന്ന് മാറാണ്ട് ഒരു നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ ഒരു റാഹത്ത് കിട്ടൂല. അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഇന്ന് പോള ഐറ്റംസാണ് ഉള്ളത്. പിന്നെ ഇല്ല ഇപ്പൊ നിങ്ങളാരും കിട്ടും. ഉമ്മ ചോളരെ അത് 88 കൈപ്പോയി ഞാൻ. തുറക്ക് അത് പിടിച്ചു കൊടുക്കാപ്പാ. തുറക്ക് തുറന്നോ. അടിപൊളി സർപ്രൈസ് ആയി പോയി കേട്ടോ എനിക്ക് ഇന്നത്തേതെന്ന് പറഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അത് ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അത് വലിയ സീരിയസ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നാമത് എനിക്ക് ടെൻഷനായിരുന്നു, ഷൗക്കൂനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഇന്നത്തെ എന്താണ് പറയുന്നത്, എനിക്കൊരു വാക്കുകളില്ല.